الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിലെ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായം ബാബുൽ ഇമാമ, ഇമാമത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന അൽ ഇമാമ എന്ന് പറയുന്നത് സലാത്തുൽ ജമാഅയിൽ ജമാഅത്ത് നിസ്കാരത്തിലുള്ള ഇമാമത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ചില അഹ്കാമുകൾ അവൻ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഅ്മൂമീങ്ങളായി തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും സാധാരണ അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിന്നും പുറമെ ചില പ്രത്യേകമായ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരും, ഇമാമാകട്ടെ മഅ്മൂമീങ്ങളാകട്ടെ, ഈ അധ്യായത്തിൽ വരുന്ന പാഠങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്, സുന്നത്തായ ഒരു കാര്യമല്ല. കാരണം ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് പഠിക്കാതെ ഒരാൾ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം തന്നെ ബാത്തിലാകാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴുള്ള പൊതുവെയുള്ള നിസ്കാര നിയമങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണം. അഥവാ നിസ്കാരത്തിന്റെ ഷർത്തുകൾ, ഫർളുകൾ, അർക്കാനുകൾ, അതിന്റെ സുനനുകൾ, അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ. അതിനു പുറമെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹ്കാമുകൾ അത് വേറെയും പഠിക്കേണ്ടതുണ്ട്. ഈ അധ്യായത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൽ പാലിക്കേണ്ടതായ നിയമങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അഥവാ മഅ്മൂമിങ്ങൾ എങ്ങനെയാണ് ഇമാമിനെ പിൻപറ്റേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഇനി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യേകമായി ഈ വിഷയം പഠിച്ചിരിക്കുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇമാമത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയും നിസ്കാരവുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ നന്നായി പഠിക്കണം. പ്രത്യേകിച്ചും നിങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ പ്രത്യേകിച്ചും ഇമാമത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹ്കാമുകൾ പഠിച്ചിരിക്കണം. കാരണം നമ്മൾ ഖുർആൻ പഠിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഹിഫ്ളാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുക എന്നുള്ളതായിരിക്കും. എന്നാൽ ഖേദകരമാണ്, എത്രയോ ഹാഫിളീങ്ങളായ ആളുകളുണ്ട്, പല അന്യനാടുകളിൽ നിന്ന് വരുന്നതും നമ്മുടെ നാട്ടിലുള്ളതുമായ ആളുകൾ. അവർക്ക് ഖുർആൻ നന്നായി പാരായണം ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ നിസ്കാരത്തിന്റെ പല അഹ്കാമുകളെ കുറിച്ചിട്ടും ഒരു ധാരണയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറ്റിയാൽ എപ്പോഴാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് അവർക്കറിയില്ല. ഇനി അതറിയണമെങ്കിൽ നിസ്കാരത്തിന്റെ റുക്നിലാണോ തെറ്റുപറ്റിയത്, അതല്ല വാജിബിലാണോ തെറ്റുപറ്റിയത്, ഇത് തമ്മിൽ വേർതിരിവ് അവർക്കറിയില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ആളുകൾ അവർ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ, അർക്കാനുകൾ, ഫർളുകൾ എല്ലാം മനസ്സിലാക്കിയിരിക്കണം. പൊതുവെ എല്ലാ ആളുകൾക്കും അത് ബാധകമാണ്. പക്ഷെ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ബാധ്യത കൂടുതലുണ്ട്. കാരണം ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമായി നിൽക്കുന്ന വ്യക്തി മഅ്മൂമിങ്ങളെ മുഴുവനും ഏറ്റെടുക്കുന്നവനാണ്. മഅ്മൂമിങ്ങൾക്ക് വരുന്ന പല തെറ്റുകളും ഇമാമുള്ളത് കൊണ്ട് അത് പൊറുക്കപ്പെടുന്നതാണ്. ഇപ്പൊ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞില്ല എന്ന് കരുതുക, അത് വാജിബായ ഒരു കാര്യമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്യണം. എന്നാൽ ജമാഅത്ത് നിസ്കാരത്തിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അയാൾ ഒറ്റയ്ക്ക് സഹുവിന് സുജൂദ് ചെയ്യേണ്ടതില്ല. മറിച്ച് ജമാഅത്ത് നിസ്കാരത്തിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങളുടെ നിസ്കാരം മുഴുവനും ഫസാദാക്കുന്ന കാര്യം ഒരുപക്ഷെ ഇമാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ട് ഇമാം അത്തരം കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കൽ വളരെ നിർബന്ധമാണ് എന്നാമുഖമായി മനസ്സിലാക്കുക. എൻ സഹോദരങ്ങളെ, ഇമാമത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അവൻ സുന്നത്ത് പരമാവധി പാലിച്ച് നിസ്കരിക്കേണ്ടതുണ്ട്. സുന്നത്തിൽ പറഞ്ഞ പ്രകാരം പരമാവധി നിസ്കരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സുന്നത്തിൽ ഒരു ഇമാം നിൽക്കേണ്ടത് എന്നുള്ള കാര്യം അവൻ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അവൻ ഉന്മേഷം തോന്നുന്ന സമയത്ത് ധാരാളമായി പാരായണം ചെയ്യാം, അവൻ ഉന്മേഷമില്ലാത്ത സമയത്ത് പാരായണം വളരെ കുറക്കാം, ഇതെല്ലാം ചെയ്യാം. എന്നാൽ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വക്തിനും ഏത് സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത് പോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മഗ്രിബിന് പാരായണം ചെയ്യാൻ സുന്നത്തായിട്ടുള്ളത് ഖിസാറുൽ മുഫസ്സലുകളാണ്. അഥവാ ദുഹ മുതൽ താഴോട്ടുള്ള സൂറത്തുകളാണ്
കൂടുതൽ അഭികാമ്യം. അവിടെ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ഒരു സുന്നത്തായ കാര്യമല്ല. എന്നാൽ ഒരാൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, ഒരാൾ മഗ്രിബ് ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ അയാൾക്കൊരു വലിയൊരു സൂറത്ത് പാരായണം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരാൾ സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ ദാരിയാത്ത് പാരായണം ചെയ്യുന്നു, അതിൽ തെറ്റില്ല. ഒരാൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ലിനഫ്സിഹി ഫല്യുതവ്വിൽ മാ ശാഅ. ഒരാൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന അത്ര ദീർഘിപ്പിച്ചു കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പിന്നീട് വരുന്നുണ്ട്. എന്നാൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാകും, രോഗികൾ ഉണ്ടാകും. അപ്പൊ അവരൊക്കെ പരിഗണിച്ചിട്ട് ഒരു മധ്യമമായ രൂപത്തിൽ മാത്രമേ അവൻ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സുജൂദിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ 100 തവണ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാം. 100 തവണ സുബ്ഹാന റബ്ബിയൽ അഅല പറയാം. അതിന് എണ്ണമൊന്നുമില്ല, എത്രയും പറയാം. എന്നാൽ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ഇമാം അതുപോലെ 100 തവണ പറയാൻ നിന്നാലോ അത് പുറകിൽ നിൽക്കുന്ന ആളുകളിൽ പലർക്കും പ്രയാസമുണ്ടാക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അതിൽ പറയപ്പെട്ട രൂപത്തിലുള്ള ഏറ്റവും കുറഞ്ഞതൊരു 3 തവണ, ഇനി അല്പം വേണമെങ്കിൽ 4, 5, 7 തവണ ഒക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു കുറവാണ്, അധികമില്ല. പക്ഷെ ധാരാളമായി ഒറ്റക്ക് നിസ്കരിക്കുന്നത് പോലെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഇമാം ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇമാം നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആരെങ്കിലും ഒരു സുന്നത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നൊരു സുന്നത്ത് അത് പിൻപറ്റുന്ന സമയത്ത്, ഇമാമത്തായി നിന്ന് പിൻപറ്റുന്ന സമയത്ത് അതിന് ജനങ്ങൾ ഇതൊന്നും എനിക്ക് കഴിയുന്നില്ല, ഇത് വളരെ കൂടുതലാണ് എന്ന് പറയുകയാണ് എങ്കിൽ അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല, അതിനെ ഗൗനിക്കേണ്ടതില്ല. മറിച്ച് ജനങ്ങൾക്ക് സൗമ്യമായി ആ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മതിയാകും. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ഫജ്റിന് നമുക്കറിയാം അതിൽ സുന്നത്തായിട്ടുള്ളത് എന്താണ്? 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലിഫ് ലാം മീം സജദ പാരായണം ചെയ്യലാണ്. അലിഫ് ലാം മീം തൻസീൽ തുടങ്ങുന്ന അലിഫ് ലാം മീം സജദ പാരായണം ചെയ്യലാണ് സുന്നത്ത്. അത് അല്പം ദൈർഘ്യമുണ്ട്, 3 പേജ് ഉണ്ട്, തികച്ചു 3 പേജ് ഉണ്ട്. ഇനി 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഇൻസാനാണ്. അതിൽ ഏകദേശം 2 പേജിന്റെ അടുത്ത് അല്ലെങ്കിൽ 1.25 പേജ് അത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരാൾ പറയുകയാണ് ഇത് വലിയ ദൈർഘ്യമാണ്, ഇത് എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറയാനുള്ളത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ടതാണ്, ഇത് ദൈർഘ്യം കൂട്ടാലല്ല. ഞാൻ അതൊന്നും കൂടാതെ ഒരാൾ ഇപ്പൊ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സൂറത്തു യാസീൻ പാരായണം ചെയ്യാണ്, അല്ല അതിലൊക്കെ ഒരുപാട് പേജുകളുണ്ട്, അത് പാരായണം ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് അവരോട് പറയാം അങ്ങനെ വർദ്ധിപ്പിക്കേണ്ടതില്ല, അത്രയും അധികം നിങ്ങൾ പാരായണം ചെയ്യേണ്ടതില്ല, മറിച്ച് ആളുകളെ പരിഗണിക്കണം. എന്നാൽ ഒരാൾ സുന്നത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് ദൈർഘ്യമാണ്, ഇത് പറ്റില്ല എന്ന് പറയുകയാണ് എങ്കിൽ അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല, മറിച്ച് അവർക്കത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, അത് പരിശീലിക്കാൻ പറയുക എന്നതാണ് വേണ്ടത്. ശരി, ഇതുമായി ബന്ധപ്പെട്ട അഹ്കാമുൽ ഇമാമ, ഇമാമത്തിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ വിവരിക്കുന്ന ഹദീസുകളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ 1-ാമതായി കൊടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ യഖ്ശല്ലദി യർഫഉ റഅസഹു ഖബ്ല അൽ ഇമാമി അൻ യുഹവ്വിറ അല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ ഔ യജ്അല സൂറതഹു സൂറത ഹിമാരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അമാ യഖ്ശ, ഒരുവൻ ഭയപ്പെടുന്നില്ലേ? എന്താണ് അവൻ ചെയ്യുന്നത്? അല്ലദി യർഫഉ റഅസഹു ഖബ്ല അൽ ഇമാം, ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് തന്നെ ഇവൻ തല ഉയർത്തുന്നു, ഇമാമിന് മുൻകടന്നുകൊണ്ട് ഇവൻ തല ഉയർത്തുന്നു. അങ്ങനെയുള്ള ഒരുവൻ ഭയപ്പെടുന്നില്ലേ? എന്തു ഭയപ്പെടുന്നില്ലേ എന്ന്? അയ്യുഹവ്വിൽ അല്ലാഹു റഅസഹു റഅസ ഹിമാർ, അവന്റെ തല അല്ലാഹു തആല ഹിമാറിന്റെ കഴുതയുടെ തലയാക്കി മാറ്റുമെന്നുള്ള കാര്യം അവൻ ഭയപ്പെടുന്നില്ലേ? ഔ യജ്അല സൂറതഹു സൂറത ഹിമാർ, അല്ലെങ്കിൽ അവന്റെ കോലം അതൊരു കഴുതയുടെ കോലമാക്കി തീർക്കും എന്നത് അവൻ ഭയപ്പെടുന്നില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം സംഭവിക്കുമെന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അത് ഞാൻ ഭയപ്പെടുന്നു, അങ്ങനെയുള്ള വ്യക്തി അത് ഭയപ്പെടേണ്ടതുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്താണത്? ഇത് ശരിക്കും ഹദീസിന്റെ ലഫ്ളിൽ പറഞ്ഞതുപോലെ ഒരാൾ കഴുതയുടെ മുഖം തന്നെയായി മാറുമോ? അവന്റെ തല കഴുതയുടെ തല പോലെയായി തീരുമോ? അതല്ല അതൊരു മഅനവിയായ അതിന്റെ ഒരു അർത്ഥം, അഥവാ അവൻ ഒരു കഴുതയെ പോലെ സ്വഭാവമുള്ള ഒരുത്തനായി മാറുമോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് കഴുതയുടെ കോലത്തിലേക്കായി മാറുമെന്നാണ്. എന്നാൽ അതിനർത്ഥം അങ്ങനെ ചെയ്യുന്ന എല്ലാ വ്യക്തികളും മാറുമെന്നല്ല. കാരണം അങ്ങനെ തന്നെ സംഭവിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളെ
അള്ളാഹു ഒരു പക്ഷെ അങ്ങനെ ആക്കിയേക്കാം. അത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ സ്വഭാവം, അവന്റെ ബുദ്ധി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കഴുതയുടേത് സമാനമായി അവൻ മാറാൻ സാധ്യതയുണ്ട് എന്നാണ്. കാരണം കഴുത എന്നുള്ളത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ വളരെ ബുദ്ധി കുറഞ്ഞ മൃഗമായിട്ട് അറിയപ്പെടുന്നതാണ്. അതിന്റെ വലിപ്പമൊന്നും നോക്കണ്ട, അത് ഏകദേശം കുതിരയുടെ വലിപ്പമൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് ഒരു വിവരം ഉണ്ടാവുകയില്ല. അതിനെന്താണോ അതിന്റെ പുറത്ത് ഭാരം ചുമക്കുന്നത് അതിനപ്പുറത്തേക്ക് അതിന് ബുദ്ധിയുള്ള ഒരു കാര്യവും അത് ചെയ്യുകയില്ല. അല്ല, അല്ലാഹു തആല യഹൂദികൾ ആക്ഷേപിച്ചുകൊണ്ട് കഴുതയോടാണ് അതിനെ ഉപമിച്ചത്. അള്ളാഹു പറഞ്ഞു, മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് ചുമക്കുകയും തൗറാത്ത് അള്ളാഹു തആല ഇട്ടുകൊടുക്കുകയും എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ അവർ ഒരു കഴുതപ്പുറത്ത് കുറച്ച് ഭാണ്ഡക്കെട്ടുകൾ വെച്ച ഒരു വിഭാഗത്തെ ഒരു കഴുതയെ പോലെയാണ്. കാരണം കഴുതക്കറയിൽ ഈ ഭാണ്ഡത്തിന്റെ അകത്തുള്ള ഗ്രന്ഥങ്ങളിൽ എന്തുണ്ട് എന്നൊന്നും അറിയില്ല. അതുപോലെയാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ അതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ഇത് യഹൂദികൾ ആക്ഷേപിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്കും ബാധകമാണ്. നമ്മളും അങ്ങനെ ആയിത്തീരാൻ പാടില്ല. ഇവിടെ പറഞ്ഞത് കഴുത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ബുദ്ധി കുറഞ്ഞ മൃഗമായിട്ട് അല്ലാഹു തആല തന്നെ നമ്മോട് പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ചിലപ്പോൾ അവൻ നേരത്തെ നല്ല ബുദ്ധിയൊക്കെ ഉള്ള ആളായിരിക്കാം, നല്ല ചിന്തിക്കാനൊക്കെ കഴിവുള്ള ആളായിരിക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഇമാമിനെ മുൻകടക്കുന്ന പ്രവൃത്തി അവൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കാലക്രമേണ അവൻ ബുദ്ധിയില്ലാത്ത, ചിന്തിക്കാൻ പറ്റാത്ത, അവന് ആളുടെ കൂടെ കൂട്ടാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ബുദ്ധിശൂന്യനായി മാറിത്തീരാൻ സാധ്യതയുണ്ട്. ഇതാണ് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ സാന്ദർഭികമായി പറയട്ടെ സഹോദരങ്ങൾ, ഈ ഹദീസ് എടുക്കുന്ന സമയത്ത് മസ്ജിദുൻ നബവിയിലുള്ള മാഹദിലുള്ള ഉസ്താദ് ഉംദത്തുൽ അഹ്കാം എന്ന ഈ കിതാബ് തന്നെ എടുക്കുന്ന സമയത്ത്, ഈ ഹദീസ് എടുക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞത് ഓർക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിലൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ ഹദീസ് കേൾക്കുന്ന സമയത്ത് പൊതുവെ അക്കലാനികളായ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഹദീസ് നിഷേധിക്കുന്ന ആളുകളൊക്കെ അതിനെ മോശമാക്കി പറയാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അയാൾ പറഞ്ഞു, ഞാൻ ഇപ്രകാരം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കഴുതയുടെ തലയായി മാറുന്നുവെങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ. അങ്ങനെ മാറുകയൊന്നുമില്ല, ഞാൻ കുറേയായി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ആ പ്രവർത്തനത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയെന്നാണ്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാളുടെ മുഖം യഥാർത്ഥത്തിൽ കഴുതയുടെ മുഖത്തിനെ പോലെ ഇയാളുടെ തൊലികളും ഇയാളുടെ രൂപങ്ങളും മാറിയെന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞതായി ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പിന്നീട് ഇയാൾ മസ്ജിദിൽ വരുമ്പോഴെല്ലാം ഒരു ഷാള്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അറബികൾ ഇടുന്ന ഷാള്, അതിങ്ങനെ പൂർണ്ണമായി മൂടിയിട്ട് അയാളുടെ കണ്ണുകൾ മാത്രം കാണുന്ന രൂപത്തിലായിരുന്നു അയാൾ നടന്നിരുന്നത്. ആളുകൾ അയാൾ കാണുന്നത് അയാൾ പേടിച്ചിരുന്നു. ആളുകൾ അയാൾ കാണുന്നത് അയാൾക്ക് വഷളായിരുന്നു. അയാൾ മുഖം അങ്ങനെ മാറിപ്പോയി. അപ്പൊ ഇത് സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. ആരെങ്കിലും ഇതിനെ ഈ രൂപത്തിൽ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അല്ലാഹു തആലയുടെ ശിക്ഷ ആ നിലക്ക് തന്നെ ഇവിടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു സുന്നത്തായ കാര്യത്തെക്കുറിച്ചിട്ടും ധിക്കാരപരമായി അതിനെതിരെ പറയുക എന്നുള്ളത് പാടില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ സുന്നത്തായിരിക്കാം, അത് നീ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിനക്കൊരു ആക്ഷേപവുമില്ല. പക്ഷെ നീ അതിനെ പരിഹസിക്കുക, അതിനോട് ധിക്കാരം കാണിക്കുക എന്നുള്ളത് നിനക്കൊരു ശിക്ഷയുണ്ടാകാൻ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ ഇറങ്ങാനുള്ള കാരണമായി തീരും. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ രണ്ടാലൊരു രൂപത്തിൽ, ഒന്നുകിൽ കഴുതയുടെ കോലത്തിലേക്ക് അവൻ മാറിയേക്കാം, അതല്ലെങ്കിൽ കഴുതയുടെ സ്വഭാവം അവന്റെ ബുദ്ധിയിൽ വന്നേക്കാം. ഈ രൂപത്തിൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഔ യജ്അല സൂറതഹു സൂറത ഹിമാർ, അല്ലെങ്കിൽ കഴുതയുടെ കോലമായി മാറും, പൂർണ്ണമായും കഴുതയായിട്ടില്ല ആ ഒരു കോലത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഹദീസിലുള്ള ഫവായിദാണ്, ഈ ഹദീസിലുള്ള ഫായിദകളാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായി അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് അന്ന മുസാബഖത്തൽ ഇമാമി ഹറാമുൻ, ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. അല്ലെ, ജമാഅത്തായ നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത് പോലെയല്ല, ഇവിടെ ഇമാമിനെ പരിഗണിക്കേണ്ടതുണ്ട്. ഏതൊരു പ്രവൃത്തിയിലും അഥവാ ലാഹിറായി കാണുന്ന പ്രവൃത്തികളാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നിൽ പോലും ഇമാമിനെ മുൻകടക്കാൻ നമ്മൾ പാടില്ല. മറിച്ച് ഇമാം പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് പ്രവർത്തിക്കാവൂ. ഇങ്ങനെ ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് ഹറാമാണെന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഖബായിറുദ് ദുനൂബിലാണ് ഉൾപ്പെടുക, വൻ പാപത്തിലാണ് ഉൾപ്പെടുക. കാരണം ഇത്ര വലിയൊരു ശിക്ഷയാണ് അവന് കിട്ടാൻ പോകുന്നത്, അള്ളാഹു അവന്റെ കോലം തന്നെ മാറ്റിയേക്കും എന്നുള്ള ഭയപ്പാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു വൻപാപമാണ്. ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഗൗരവമുള്ള കാര്യമായതിനാൽ തന്നെ നമ്മുടെ കൂടെയൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ മസ്ജിദിലൊക്കെ പോയി
അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്ന് സലാം വീട്ടുന്നത് വരെ കാത്തു നിന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിസ്സാരമായ കാര്യമല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൽമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പല കാര്യങ്ങളും നിസ്സാരമായിരിക്കും, അവർ അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇൽമ് കിട്ടിയാൽ ആ ആളുകൾ അതെന്ത് ചെയ്യണം, അത് പറഞ്ഞു കൊടുക്കണം. പല ആളുകൾക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകളോ ഇങ്ങനെയുള്ള ഫിഖ്ഹോ അതൊന്നും കേൾക്കാനുള്ള ഒരു അവസരമില്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. അവർക്ക് നിസ്കാരത്തിന്റെ ഷർത്തുകളോ ഒന്നും അറിയില്ല, അർക്കാനുകൾ ചോദിച്ചാൽ അതറിയില്ല, അതിന്റെ വാജിബുകൾ അവർക്കറിയില്ല, എപ്പോഴാണ് നിസ്കാരം ബാത്തിലാക്കുന്നത് ഒന്നും അറിയില്ല. അങ്ങനെ പണ്ടേ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു എന്നല്ലാതെ അതിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് ഈ ഒരു കാര്യം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, ആളുകൾ ഒറ്റയടിക്ക് റുക്കൂയിലേക്ക് പോകുന്നുണ്ടാവും. ഇമാം ഇവിടെ സമീഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ, അവനൊരു പോക്കായിരിക്കും റുക്കൂയിൽ. അല്ലെങ്കിൽ ഇമാം സുജൂദിലേക്ക് പോകുമ്പോഴേക്കും ഇവൻ ഒരൊറ്റ പോക്കായിരിക്കും സുജൂദിലേക്ക്. ഇമാമിനേക്കാൾ മുന്നിൽ ഇവനെത്തുന്ന അവസ്ഥയുണ്ടാകും. അവരോട് കൃത്യമായി ഹദീസ് നമ്മൾ ഓർത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്, അല്ലാതെ അഭിപ്രായ വ്യത്യാസമുള്ള ദുർബലത ആരോപിക്കപ്പെട്ട ഹദീസല്ല. ഇതിലുള്ള മുഴുവൻ ഹദീസുകളും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഗൗരവമുള്ള വൻ പാപമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഇമാമിന് മനഃപൂർവ്വം മുൻകടക്കുക എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ നിസ്കാരത്തിൽ ഇമാമിനെ പിൻപറ്റുന്ന രീതിയിൽ ജനങ്ങൾ 4 വിഭാഗമായിരിക്കും എന്ന് പറഞ്ഞ് വിശദമായി പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെ പെട്ടുപോകും. ഈ 4-ൽ ഒന്നേ ശരിയുള്ളൂ, ബാക്കി 3 തെറ്റാണ്. അതിലൊന്നാമത്തത് മുസാബിഖാണ്. മുസാബിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇമാമിനെ മുൻകടക്കുക എന്നുള്ള കാര്യം. രണ്ടാമത്തത് മുവാഫിഖാണ്, ഇമാമിനോടൊപ്പം തന്നെ നിസ്കരിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് മുതാബിആൻ, ഇമാമിനെ പിന്തുടരുക എന്നുള്ളത്. അതാണ് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. നാലാമത്തത് മുതഅഖിറുൻ അനിൽ ഇമാം, ഇമാമിനെ ബഹുദൂരം നമ്മൾ പിന്നിലായിട്ട് നിസ്കരിക്കുക. ഇമാം കുറെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് മുസാബഖ അഥവാ ഇമാമിനെ മുൻകടക്കുക. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ളത്. അത് ഗൗരവമുള്ള കാര്യമാണ്, ഹറാമായ കാര്യമാണ്. അത് മുഴുവൻ അനക്കത്തിലും അങ്ങനെ തന്നെ, അത് മുഴുവൻ അനക്കത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാൾ റുക്കൂയിലേക്ക് പോകുമ്പോഴാകട്ടെ, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴാകട്ടെ, സുജൂദിലേക്ക് പോകുമ്പോഴാകട്ടെ, പിന്നീട് ഇടയിൽ ഇരുത്തത്തിലേക്ക് വരുമ്പോഴാകട്ടെ, അടുത്ത സുജൂദിലേക്ക് പോകുമ്പോഴാകട്ടെ, പിന്നീട് അതിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് വരുന്ന സമയത്താകട്ടെ, ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് പാടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൗരവം മനസ്സിലാക്കി തരുന്ന ഹദീസാണ് നമ്മൾ ഇപ്പോൾ കേട്ട ഹദീസ്. അതുകൊണ്ട് അത് കൂടുതൽ പറയേണ്ടതില്ല. രണ്ടാമത്തത് മുവാഫഖ, ഇമാമിനോടൊപ്പം തന്നെ ആവുക എന്നുള്ളതാണ്. എങ്ങനെയാണത്? അഥവാ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവനും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാമിനോടൊപ്പം ആരംഭിക്കും, ഇമാമിനോടൊപ്പം അവസാനിക്കും. ഒന്നുമില്ലെങ്കിൽ അവൻ ഇമാമിനോടൊപ്പം ആരംഭിച്ചിട്ടില്ലെങ്കിൽ അവസാനിക്കുന്നത് ഇമാമിനോടൊപ്പം തന്നെ ആയിരിക്കും. അത് എല്ലാ കാര്യങ്ങളും ഇമാമിനോടൊപ്പം തന്നെ ചെയ്യുക എന്നുള്ളത്. ഇത് പണ്ഡിതന്മാർ ഏറ്റവും കുറഞ്ഞത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് കറാഹത്താണ്. ചിലർ അവർ ഹറാമ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരാണത്. കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ തർക്കഉ ഹത്താ യർക, ആ ഇമാം റുക്കൂ ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. വിരോധിച്ച കാര്യം ചെയ്താൽ അത് ഹറാമായി തീരും. കാരണം ഇമാം റുക്കൂ ചെയ്യുന്നത് വരെ എന്നാണ് പറഞ്ഞത്, ചെയ്തിട്ടേ നിങ്ങൾ റുക്കൂ ചെയ്യാൻ പാടുള്ളൂ. വലാ തസ്ജുദു ഹത്താ യസ്ജുദ, ഇമാം സുജൂദ് ചെയ്തിട്ടേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇത് എന്ത് ചെയ്യും? തക്ബീറത്തുൽ ഇഹ്റാമിലാണ് ഒരാൾ ഇങ്ങനെ മുൻകടന്നത് എങ്കിൽ, തക്ബീറത്തുൽ ഇഹ്റാമിലാണ് ഒരാൾ മുൻകടന്നത് എങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവുകയിൽ, തക്ബീറത്തുൽ ഇഹ്റാമിലാണ് ഒരാൾ ഒപ്പമായതെങ്കിൽ അവൻ നിസ്കാരം ബാത്തിലായിത്തീരും. നേരത്തെ നമ്മൾ പറഞ്ഞ മുസാബിഖ് അഥവാ ഇമാമിനെ മുൻകടക്കുക, മനഃപൂർവ്വം മുൻകടക്കുക എന്നുള്ളത് അവന്റെ നിസ്കാരം അത് ബാത്തിലായിത്തീരും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരാൾ മനഃപൂർവ്വമാണ് എങ്കിൽ അത് അവന്റെ നിസ്കാരം ബാത്തിലായിത്തീരും, മനഃപൂർവ്വം ഒരാൾ അങ്ങനെ ചെയ്താൽ. എന്നാൽ അബദ്ധത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പിന്നീട് പറയും. മനഃപൂർവ്വമാണെങ്കിൽ ബാത്തിലായിത്തീരുമെന്ന് പറഞ്ഞു. എന്നാൽ മുവാഫിഖിന്റെ അവസ്ഥ, ഒപ്പം പോകുന്നവന്റെ അവസ്ഥ ബാത്തിലായി തീരുകയില്ല. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാമിലാണ് അവനൊപ്പം കൈകെട്ടുന്നത് എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. കാരണം തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പറയാൻ പാടുള്ളൂ. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളും അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടില്ല. മറിച്ച് ഇമാമിന്റെ അല്ലാഹു അക്ബർ എന്ന റാ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടുള്ളൂ. പണ്ഡിതന്മാർ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബറിന്റെ റാ കേട്ട് കഴിയണം. ഇമാം അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളും അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടില്ല, ഒപ്പമാകാൻ പാടില്ല. മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം അത് കഴിഞ്ഞ ഉടനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ?
തക്ബീറത്തുൽ ഇഹ്റാം ആരംഭിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. ചില ആളുകൾ പെട്ടെന്ന് കൈകെട്ടും. അത് ഇമാം ചിലപ്പോൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾ കൈകെട്ടിയിട്ടുണ്ടാകും. നിസ്കാരം ശരിയാവില്ല. മാറ്റി നിസ്കരിക്കണം. ഉടൻ തന്നെ കൈയിളക്കിയിട്ട് വീണ്ടും നിസ്കരിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് വസ്വാസുള്ള ആളുകളെ കുറിച്ചിട്ടല്ല. വസ്വാസുള്ള ആളുകൾ അതിനൊന്നും വേണ്ടിയിട്ടല്ല. അവർക്ക് ഈ കൈകൾ ഉയർത്തുമ്പോൾ തക്ബീറൊക്കെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പെടാപ്പാടാണ്. അത് ദീൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. മറിച്ച് ഞാൻ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് ഇമാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ അമലുകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാമിൽ അത് ചെയ്താൽ നിസ്കാരം ബാത്തിലായി തീരുമെന്നാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളതാണ് തസ്ലീമിന്റെ വിഷയത്തിലും. അവിടെയും മറ്റ് പ്രവർത്തനങ്ങൾ പോലെയല്ല. തസ്ലീം അഥവാ സലാം വീട്ടുന്ന സമയത്തും ഇമാം പൂർണ്ണമായും സലാം വീട്ടിയാലേ സലാം വീട്ടാൻ പറ്റുകയുള്ളൂ എന്നാണ്. അഥവാ ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് രണ്ട് ഭാഗത്തും പറയുമ്പോഴാണ് അത് പൂർണ്ണമായി തസ്ലീം ആകുന്നത്. ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ. എന്നാൽ ചില പണ്ഡിതന്മാർ ഒന്നാമത്തെ തസ്ലീം അതാണ് റുക്നിൽപ്പെട്ടത്, രണ്ടാമത്തത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അഭിപ്രായപ്പെടുന്നത് ഒന്നാമത്തെ തസ്ലീം അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ നമ്മളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് ആരംഭിച്ചാൽ തെറ്റില്ല. എന്നിട്ട് രണ്ടാമത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത് സലാം പറഞ്ഞാൽ അത് തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് ഖിലാഫുള്ള ഒരു വിഷയമാണ്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ആ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നത് ഒന്ന് നിസ്കാരം ബാത്തിലാകുമോ ഒന്നല്ല അനുവദിക്കുമോ എന്നുള്ള വിഷയത്തിലാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഹംബലി മദ്ഹബിലൊക്കെ പ്രബലമായ ഒരു അഭിപ്രായം ആ തസ്ലീം കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, തസ്ലീം നടത്താൻ പാടുള്ളൂ. അതോ ഇമാം രണ്ട് ഭാഗത്തും സലാം വീട്ടിയാൽ മാത്രമേ നമ്മൾ സലാം ആരംഭിക്കാൻ പാടുള്ളൂ, ഒപ്പം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയവും തസ്ലീമിന്റെ വിഷയവും അതിന്റെ നിസ്കാരത്തിന്റെ തുടക്കവും അവസാനവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒപ്പം പോലും ആകാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത് നമ്മൾ മുതാബഅ അഥവാ ഇമാമിനോടൊപ്പമാകുക എന്നുള്ളതാണ്. ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇമാമിനെ പിന്തുടരുക എന്നുള്ളത്? അഥവാ ഒരു പ്രവൃത്തി ഇമാം ചെയ്ത ഉടനെ നമ്മൾ അതിന്റെ പുറകിൽ ചെയ്യുക. ഉദാഹരണത്തിന് ഇമാം റുക്കൂയിലേക്ക് എത്തി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ റുക്കൂയിലേക്ക് പോകുക. അവിടെ പരിഗണിക്കേണ്ടത് പ്രവൃത്തിയാണ്, ഇമാം പറയുന്നത് അനുസരിച്ചിട്ടല്ല, പ്രവൃത്തിയാണ് പരിഗണിക്കേണ്ടത്. ഏതുപോലെ ഇപ്പോൾ ഇമാം സുജൂദിലേക്ക് പോകുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ചില ഇമാമുകൾ സുജൂദിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ തക്ബീർ കഴിയും. അപ്പോൾ നമ്മൾ ഇമാമിനെ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ആ തക്ബീറിനല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് ഇമാമിന്റെ പ്രവൃത്തിയാണ്. കാരണം ഹദീസിൽ മുഴുവനും പറഞ്ഞത് പ്രവൃത്തിയെ കുറിച്ചാണ്. ലാ തർക്കഉ ഹത്താ യർക്കഅ, റുക്കൂ ചെയ്യുന്നത് വരെ, ഇമാം റുക്കൂ ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂ ചെയ്യരുത്. വലാ തസ്ജുദു ഹത്താ യസ്ജുദ്, ഇമാം സുജൂദ് ചെയ്യുന്നത് വരെ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അല്ലാതെ തക്ബീർ പറയുന്നത് വരെ എന്നല്ല പറഞ്ഞത്, തക്ബീറത്തുൽ ഇന്തിഖാലിനെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ആണ് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇമാമിന്റെ പ്രവൃത്തി കഴിഞ്ഞ ഉടനെ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. എന്നാൽ കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളമോ, ഒരുപാട് സഫുള്ള മസ്ജിദാണ്, ഇപ്പൊ മസ്ജിദുൽ ഹറം അതിനുദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ ഒരുപാട് മസ്ജിദുള്ള, നമ്മുടെ ഈ മസ്ജിദിൽ തന്നെ ചിലപ്പോൾ ഒരു മൂന്നാമത്തെ സഫുള്ള ആൾക്ക് ഇമാമ് എന്റെ പ്രവർത്തനം ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ ശബ്ദത്തെ പരിഗണിച്ചാൽ മതി, ഇമാമിന്റെ ശബ്ദത്തെ പരിഗണിച്ചാൽ മതി. ഒരു ഒഴിവ് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വ്യക്തിക്ക് അറിയുകയാണ് എങ്കിൽ, അഥവാ നമ്മുടെ ഇമാം അല്പം വയസ്സനായ അല്ലെങ്കിൽ അല്പം പതുക്കെ പ്രവർത്തനങ്ങളൊക്കെ റുക്കൂവും സുജൂദും ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും ചിലപ്പോൾ റുക്കൂവിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സുജൂദിൽ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് നിശ്ചയമുണ്ട് എങ്കിൽ നമ്മൾ അല്പം വൈകിട്ട് അഥവാ അതും കൂടി പരിഗണിച്ചിട്ട് നമ്മൾ പോകുക. കാരണം നമ്മൾ കാണുന്നില്ല. കാണുകയാണ് എങ്കിൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് മുതാബഅ. ഇനി ഉള്ളത് അത്തഅഖുറാണ്. ഇമാമിനോട് പിന്തിച്ച് നിൽക്കലാണ്. അതെങ്ങനെയാണ്? ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിൽ പോയാലും അവന് സൂറത്തുൽ ഫാത്തിഹയും വലിയൊരു സൂറത്തൊക്കെ ഓതിയിട്ട് പതിയെ പോവുകയുള്ളൂ. അപ്പോഴേക്ക് ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് പാടില്ല. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അത് നമുക്ക് ഫാത്തിഹ പൂർത്തീകരിക്കാനുണ്ട് എങ്കിൽ പോലും അത് പാടില്ല. എപ്പോഴാണ് ഫാത്തിഹ പൂർത്തീകരിക്കാൻ ഉണ്ടാവുക? നമ്മൾ വൈകി വരുന്ന അവസ്ഥ ഉണ്ടാകും. വൈകി വരുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉദാഹരണത്തിന് ലുഹറിനോ അസറിനോ പൊതുവെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരാൾ ലുഹറിന് എത്തുന്ന സമയത്ത് നമുക്കറിയില്ല ഇമാം എവിടെ എത്തിയിട്ടുണ്ട്, നിസ്കാരം ഇപ്പം തുടങ്ങി നമുക്കറിയില്ല. നമ്മൾ ഫാത്തിഹ തുടങ്ങി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ തന്നെ ഇമാം അല്ലാഹു അക്ബർ
നമ്മൾ മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോഴേക്ക് ഇമാം റുക്കൂയിലുള്ള 3 സുബ്ഹാന റബ്ബിയൽ അദീമും കഴിഞ്ഞിട്ടുണ്ടാകും, സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് റബ്ബനാ വലക്കൽ ഹംദും പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് ഉടനെ തന്നെ ആ ഫാത്തിഹ അവിടെ വെച്ചിട്ട് നമ്മൾ ആ റുക്കൂ പിടിക്കുക. അതോടുകൂടി നമുക്ക് ആ റക്കായത്ത് കിട്ടും. ഫാത്തിഹ ഓതാതെ തന്നെ റക്കായത്ത് കിട്ടുന്ന 2 സന്ദർഭങ്ങളാണ്. ഒന്നിതും, രണ്ടാമത് നമുക്കിന് ഫാത്തിഹയെ കിട്ടിയിട്ടില്ല, നമ്മൾ വരുമ്പോൾ തന്നെ ഇമാം റുക്കൂയിലാണ്. അപ്പോഴും നമ്മൾ ഒന്നും ചൊല്ലേണ്ട, അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നേരെ പിന്നീട് റുക്കൂയിലേക്ക് പ്രവേശിച്ചാൽ മതി. അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ വൈകുന്നത് ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈകാൻ പാടില്ല. വൈകുന്ന ഒരു കാര്യം ഇതാണ്. രണ്ടാമത് പലരും വൈകലെപ്പോഴാണ്? ചിലരുടെ വിചാരം സുജൂദിൽ ആണല്ലോ ഏറ്റവും അഫ്ളലായ രൂപം സുജൂദാണ്. അപ്പൊ സുജൂദിൽ നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാം. അത് വിചാരിച്ചിട്ട് ഫർള് നിസ്കാരത്തിൽ എന്ത് ചെയ്യും? ചില സാധാരണക്കാർ ഇമാമ് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാലും ഇയാൾ ഇങ്ങനെ സുജൂദിൽ തന്നെ ആയിരിക്കും. ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീനൊക്കെ എത്തുമ്പോഴായിരിക്കും ഇയാൾ മെല്ലനെ സുജൂദിൽ എഴുന്നേറ്റ് പോരുന്നത്. അല്ലെങ്കിൽ വേറെ ചിലർ 1ാമത്തെ സുജൂദിലൊക്കെ ചെയ്യുന്നത് കാണാം. 1ാമത്തെ സുജൂദിൽ പോയി ഇമാം വന്ന് ഇടയിൽ ഇരുന്നു 2ാമത്തെ സുജൂദിലേക്ക് പോകുമ്പോഴായിരിക്കും ഇവൻ 1ാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഞാൻ ഇമാമിനേക്കാൾ കുറച്ച് കേമനാണെന്നാണോ ഇയാൾ ചിന്തിക്കുന്നത് എന്നറിയില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് നമ്മളിപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നൊരു തവണ പറയുമ്പോഴേക്കും ഇമാം എഴുന്നേറ്റ് ഇമാം ചിലപ്പോൾ സുബ്ഹാന റബ്ബിയൽ ആല സുബ്ഹാന റബ്ബിയൽ ആല സുബ്ഹാന റബ്ബിയൽ ആല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളിനി ബാക്കി 2ാമതും 3ാമതും പറയാൻ നിൽക്കേണ്ടതില്ല, ഒറ്റ വരലാണ്. ഇനി അതല്ല, നമ്മൾ വരുമ്പോഴേക്കും സുബ്ഹാന റബ്ബിയൽ ആല ഒറ്റ പ്രാവശ്യം പറയാൻ പറ്റിയിട്ടുള്ളൂ എന്ന് കരുതുക, എങ്കിലും അത് മതി. ഒരു തവണ മാത്രമേ വാജിബുള്ളൂ, അത് മതി. നമ്മൾ ഉടനെ തന്നെ ഇമാമിനെ പിൻപറ്റുക എന്നതാണ് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതല്ലാതെ വൈകാൻ പാടില്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ ഉദ്റില്ലാതെ മനഃപൂർവ്വം വൈകിപ്പിച്ചാൽ അയാളുടെ നിസ്കാരവും ബാത്തിലായി പോകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദ്ർ എപ്പോഴാണ്? പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം കൊണ്ട്. ചില ആളുകൾക്ക് ഇമാമിനോടൊപ്പം എത്താൻ പറ്റൂല, അല്ലെ? എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് നിസ്കരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് അവസാനത്തെ പടിയാണ്. തീരെ നിൽക്കാൻ പറ്റൂല എന്നുള്ള സമയത്താണ്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തി, വയസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമാം സുജൂദിൽ പോയാൽ ചിലപ്പോൾ അയാൾക്ക് പതിയെ എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. അയാൾ സുജൂദിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഇമാം ഇടയിലിരുത്തത്തിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉദ്റുണ്ട്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉദ്റില്ല. ഈ കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ 4 ഇമാമുമായി ബന്ധപ്പെട്ട് മഅ്മൂമിനുണ്ടാകുന്ന 4 അവസ്ഥകൾ. ഇതാണ്. ഇതിൽ മനഃപൂർവ്വം ഇമാമിനെ മുൻകടക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള താക്കീതാണ് ഈ ഹദീസിൽ വന്നത്. അങ്ങനെ മനഃപൂർവ്വം മുൻകടന്നാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും എന്നാണ് ഒരു കൂടുതൽ വിഭാഗം പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഗൗരവത്തിലേക്ക് ഇത് കാണുക. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു മുവാഫിഖാണ്, ഇമാമിനോടൊപ്പം ചേരുക എന്നുള്ളതാണ്. ഇത് കറാഹത്താണ്. ചില പണ്ഡിതന്മാർ ഹറാമാണ് എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ നിസ്കാരം ബാത്തിലാവുകയില്ല എപ്പോഴല്ലാതെ അയാൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ഇമാമിനോടൊപ്പം ആയാലല്ലാതെ. അങ്ങനെ ആയാൽ ആ സമയത്തും അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും എന്നുള്ളതാണ്. മൂന്നാമത്തത് മുത്താബഅ, അതാണ് നമ്മോട് കൽപ്പിച്ചത്. നാലാമത്തത് തഅഖുർ, വൈകുക എന്നുള്ളത് അതൊരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് നിസ്കാരത്തിൽ ഉണ്ടാകുന്ന 4 അവസ്ഥകൾ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി എപ്പോഴും ഒരു മുതാബി ആയി മാറുക, ഇമാമിനെ പിൻപറ്റുന്ന വ്യക്തിയായി മാറുക. ഇതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതാണ് ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം. രണ്ടാമത്തെ ഫായിദയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇർത്തിബാത്തു സലാത്തിൽ മഅ്മൂമി ബി സലാത്തിൽ ഇമാം. ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിസ്കാരം തമ്മിൽ ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിസ്കാരം വേറെ വേറെയാകാൻ പാടില്ല. നല്ല ബന്ധമുള്ള കാര്യമാണ് ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ ആ ബന്ധം അത് ലാഹിറായിട്ടാണ് വേണ്ടത്. ലാഹിറായിട്ടുള്ള ബന്ധമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, അതല്ലാതെ ബാത്തിനായിട്ടുള്ള കാര്യമല്ല. അതോ നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ചുള്ള ബന്ധം ഉണ്ടാകണം എന്നില്ല. ലാഹിറായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ ബന്ധം വേണ്ടത്. ബാഹ്യമായിട്ട് അങ്ങനെ വേണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഇമാമിനേക്കാളും മുൻഗണന നമ്മൾ ഫാത്തിഹ ഓതിയാൽ അത് കുഴപ്പമില്ല. കാരണം ശരീരത്തിന്റെ അനക്കങ്ങളിലാണ് നമുക്ക് യോജിപ്പ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളിപ്പോൾ ളുഹർ നിസ്കാരത്തിൽ ഒരാൾ ഏറ്റവും ചെറിയ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, ഏറ്റവും ചെറിയ ദുആഉൽ ഇസ്തിഫ്താഹിൽപ്പെട്ട ഒന്നാണത്.
ഇമാം അതല്ല, ഇമാം അല്ലാഹുമ്മ ബാഇദ് ബൈനി ഒക്കെയാണ് ചൊല്ലുന്നത്, അല്ലെങ്കിൽ വജ്ജഹത്തൂടെ പൂർണ്ണ രൂപമാണ് ഇമാം ചൊല്ലുന്നത് എന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം മഅ്മൂമായിരിക്കും ആദ്യം ഫാത്തിഹ ചൊല്ലുക. അതുകൊണ്ട് യാതൊരു കുഴപ്പവും അവിടെ സംഭവിക്കുന്നില്ല. അതിന് ഫർള് ഇനി ഒച്ചത്തിലോതുന്ന നിസ്കാരം തന്നെ ആകട്ടെ, ഇമാം ചിലപ്പോൾ വലിയ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലുകയാണ്, മഅ്മൂം ഇതേപോലെ ചെറുതു ചൊല്ലി, മഅ്മൂം ഇമാം ഫാത്തിഹ ഓതുന്നത് വരെ പലരും സംശയം ചോദിക്കുന്ന കാര്യമാണ്. കാത്തു നിൽക്കണമെന്നില്ല, മഅ്മൂമിന് ഫാത്തിഹ ആരംഭിക്കാം, മഅ്മൂമിന് ഫാത്തിഹ ആരംഭിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഅ്മൂമിന് ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാം, ഇമാം ഓതിയതിന് ശേഷം ഓതാം, ഇമാമിന് മുമ്പേ ഓതാം, ഇത് കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് മറ്റ് അദ്കാറുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇർത്തിബാത്ത് എന്ന് പറയുന്നത് അത് ലാഹിറിലുള്ള ഇർത്തിബാത്താണ്, അതാണ് വേണ്ടത്. എന്നാൽ ഖഫിയായ നമുക്ക് ഗോപ്യമായ കാര്യത്തിൽ ബന്ധമുണ്ടാകണം എന്നില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് അങ്ങനെയല്ല, എല്ലാത്തിലും വേണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിയ്യത്ത് വ്യത്യാസപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരം അത് അനുവദിക്കുന്നില്ല. ചില പണ്ഡിതന്മാർ അത് അനുവദിക്കുന്നില്ല. എങ്ങനെയാണ് അത് വരുന്നത്? ഉദാഹരണത്തിന് ഇമാം നിസ്കരിക്കുന്നത് ളുഹറാണ്, അപ്പോൾ അയാളുടെ പുറകിൽ, അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്നത് അസറാണ്, അയാളുടെ പുറകിൽ ളുഹറിന്റെ നിയ്യത്തുള്ള ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. മിക്ക പണ്ഡിതന്മാരും അത് അനുവദിക്കുന്നുണ്ട്. കാരണം നിസ്കാരത്തിന്റെ ഹൈഅ ഒരേപോലെ ആയതുകൊണ്ട്, 2-4 റക്അത്ത് ആയതുകൊണ്ട് അത് പലരും അനുവദിക്കുന്ന കാര്യമാണ്, അത് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇമാം നിസ്കരിക്കുന്നത് മഗ്രിബ് ആവുകയും അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്നത് ഇശ ആവുകയും മഅ്മൂം മഗ്രിബ് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ജമാഅത്ത് നിസ്കാരം അല്പം വൈകിട്ടാണ് മഗ്രിബ് ആരംഭിച്ചത്, ഈ വ്യക്തി മഗ്രിബ് നിസ്കരിച്ചു, എന്നിട്ട് ഇയാൾക്ക് ഇശയെ നിസ്കരിക്കണം, യാത്രയിലോ മറ്റോ ആവാം, അങ്ങനെ ഇമാമിന്റെയും മഅ്മൂമിന്റെയും റക്അത്തുകളുടെ എണ്ണം തമ്മിൽ വ്യത്യാസപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം അതിലുണ്ട്. ചിലർ പറഞ്ഞു അവർ ആദ്യം ഒറ്റക്ക് മഗ്രിബ് നിസ്കരിക്കുക, എന്നിട്ട് ഇമാമിനോടൊപ്പം ഇശായിൽ എന്താണോ ബാക്കിയുള്ളത് അത് നിസ്കരിക്കുക എന്ന് ചിലർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു ഇശാ നിസ്കാരം അത് നീ നിന്റെ സുന്നത്ത് നിസ്കാരമായി കാണുക, ശേഷം നീ മഗ്രിബും ഇശയും വേറെ നിസ്കരിക്കുക. വേറെ ചിലർ പറഞ്ഞു ഇശ ആദ്യം നിസ്കരിക്കുക, ശേഷം മഗ്രിബ് നീ ഒറ്റക്ക് നിസ്കരിക്കുക. എന്നാൽ ഇതൊന്നും ശരിയായ അഭിപ്രായമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാൻ പാടില്ല, നമ്മൾ വേഗം ജമാഅത്തിനോടൊപ്പം കൂടണം. 2, നിസ്കാരത്തിൽ തർത്തീബ് അത്യാവശ്യമാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മഗ്രിബ് നിസ്കരിക്കുന്ന വ്യക്തി ഇശായിന്റെ കൂടെ കൂടിയിട്ട് ഇമാമിനോടൊപ്പം ഇയാൾക്ക് രണ്ടാലൊരവസ്ഥ ചെയ്യാം. ഒന്നുകിൽ 3ാമത്തെ റക്അത്തിൽ ഇയാൾ ഇമാമിനോടൊപ്പം പിരിയുമെന്നുള്ള നിയ്യത്ത് നേരത്തെ ഉണ്ടാക്കാം. അങ്ങനെ അയാൾ 3ാമത്തെ റക്അത്തിൽ എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് ഇയാൾക്ക് സലാം വീട്ടി വീണ്ടും ബാക്കി കിട്ടുന്ന അത്രയും ഇശാ നിസ്കരിക്കാം. അതല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 3ാമത്തെ റക്അത്തിൽ ഇയാൾ വർദ്ധിപ്പിക്കാതെ എന്ത് ചെയ്യണം? അയാൾ അവിടെ തന്നെ ഇരിക്കണം. അവിടെ തന്നെ ഇരുന്നിട്ട് ഇമാം തശഹുദിലേക്ക് എത്തുന്നത് വരെ കാത്തു നിൽക്കണം. അങ്ങനെ ഇമാമിനോടൊപ്പം സലാം വീട്ടാം. പിന്നീട് അയാൾ ഇശ ഒറ്റക്കോ അല്ലെങ്കിൽ അയാളുടെ ഒപ്പം അതുപോലെ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ജമാഅത്തായിട്ടോ നിസ്കരിക്കാം എന്നുള്ളതാണ്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അങ്ങനെ പറ്റുകയില്ല, 2 നിസ്കാരത്തിന്റെയും എണ്ണം വ്യത്യാസമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഇങ്ങനെ ചെയ്യാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിൽ നിന്നെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്ന കാര്യം അതാണ്. കാരണം അതിന് വേറെയും തെളിവുകളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നിസ്കരിച്ചത് വേറെയും തെളിവുകളുണ്ട്. മഗ്രിബ് ഇശായുടെ വിഷയത്തിൽ തെളിവില്ല എങ്കിലും അത് സലാത്തുൽ ഖൗഫിൽ ഭയപ്പാടുള്ള സമയത്തുള്ള നിസ്കാരത്തിൽ അങ്ങനെ ഉണ്ട്. അതിന്റെ ഒരുപാട് രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇമാം 4 റക്അത്ത് നിസ്കരിക്കും, എന്നാൽ മഅ്മൂമീങ്ങൾ 2 സംഘങ്ങളായിട്ട് ഒരു സംഘം ഖസറാക്കിക്കൊണ്ട് 2 റക്അത്താണ് നിസ്കരിക്കുക. ഉദാഹരണത്തിന് ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് ഇമാം 4 റക്അത്ത് നിസ്കരിക്കും. അതിൽ ആദ്യത്തെ 2 റക്അത്ത് ഒരു വിഭാഗം ആളുകൾ അവരുടെ ളുഹറായി നിസ്കരിച്ച് അവർ സലാം വിട്ടും, ഇമാം എഴുന്നേൽക്കും. അപ്പോൾ അടുത്ത വിഭാഗം വന്നിട്ട് അവർ ബാക്കിയുള്ള 2 റക്അത്ത് ഇമാമിനോടൊപ്പം സലാം വീട്ടി അവരുടെ ളുഹറും അങ്ങനെ നിസ്കരിക്കും. ഇമാമിന് പൂർത്തിയായി നിസ്കരിക്കും, ബാക്കിയുള്ള ആളുകൾ 2 ജമാഅത്തായി നിസ്കരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് നിസ്കരിക്കാൻ വരാൻ സാധിക്കില്ല, കാരണം യുദ്ധത്തിന് അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകളിൽ നിന്നും ഇമാമിനിൽ ഇൻഫിസാൽ ചെയ്യാം, ഇമാമിൽ നിന്നും നേരത്തെ പിരിയാം എന്നുള്ള തെളിവുകൾ കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ ചെയ്യാമെന്നാണ്. അങ്ങനെ നിസ്കരിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യാം. എന്നാൽ അതല്ല, മഗ്രിബിൽ നമ്മൾ 2ാമത്തെ റക്അത്തിലോ ഇശായിൽ നമ്മൾ 2ാമത്തെ റക്അത്തിലോ 3ാമത്തെ റക്അത്തിലോ ഒരാൾ ചേരുന്നതെങ്കിൽ അവിടെ പിന്നെ ഇഷ്കാലില്ല. കാരണം
അവിടെ നമ്മൾ രണ്ടാമത്തെ റക്കായത്തിലാണ് ഇശായിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഇമാമിനോടൊപ്പം തന്നെ സലാം വീട്ടാം. കാരണം നമ്മുടെ 3 റക്കായത്തും പൂർത്തിയാകും, ഇമാമിന്റെ 4 റക്കായത്തും പൂർത്തിയാക്കുന്നത് ഒരുമിച്ചാണ്. ഇനി അതല്ല നമ്മൾ മൂന്നാമത്തെ റക്കായത്തിലാണ് കയറുന്നതെങ്കിൽ നമുക്കൊരു റക്കായത്ത് മസ്ബൂക്കായിട്ട് നിസ്കരിക്കേണ്ടി വരും. രണ്ടും ഒന്ന് നിസ്കരിക്കണം. ഇനി നമ്മൾ അവസാന റക്കായത്താണ് ഇശാ കിട്ടിയതെങ്കിൽ നമുക്ക് 2 റക്കായത്ത് നിസ്കരിക്കേണ്ടി വരും. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അഥവാ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിയ്യത്ത് വേറെയാകുക എന്നുള്ളത് അനുവദനീയമാണ്. അതുപോലെ തന്നെ ഇമാമും മഅ്മൂമും ഇമാം ഫർള് നിസ്കരിക്കുക, മഅ്മൂമ് സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്തായി അത് പരിഗണിക്കുക, അത് പറ്റും. അതുപോലെ ഇമാം സുന്നത്ത് നിസ്കരിക്കുക, മഅ്മൂം അതിന്റെ പുറകിൽ അവരുടെ ഫർള് പൂർത്തിയാക്കുക, ഇത് രണ്ടും പറ്റും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത്? ഒന്നാമത്തെ അവസ്ഥ ഇമാം ഫർളും മഅ്മൂം സുന്നത്തും നിസ്കരിക്കുന്ന അവസ്ഥ. ഒരു വിഭാഗം ആളുകൾ അവർ യാത്രയിൽ ജംഅ് ചെയ്ത് വന്ന ആളുകളാണ്. ഉദാഹരണത്തിന് ഒരാൾ യാത്രയിൽ മഗ്രിബും ഇശായും ജംഅ് ചെയ്തു. പിന്നീട് അവർ ഇശായുടെ സമയത്തായപ്പോൾ അവരുടെ മസ്ജിദിലുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിൽ മസ്ജിദിലേക്ക് കയറി വന്നതാണ്. അപ്പോഴതാ അവിടെ മസ്ജിദിൽ ഇഖാമത്ത് കൊടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പുറത്തു പോകാൻ പാടില്ല, അല്ലെങ്കിൽ മാറിയിരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞതാണ്, നിങ്ങൾ എന്താണ് ജമാഅത്തിനോടൊപ്പം കൂടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരം നടക്കുന്ന നിങ്ങൾ യാത്രയിൽ നിസ്കരിച്ചിട്ടാണെങ്കിൽ പോലും ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം കൂടണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സുന്നത്താണ്. കാരണം അവർ നേരത്തെ ജംഅ് ചെയ്തപ്പോൾ അവരുടെ ഫർള് വീടിക്കഴിഞ്ഞു, പിന്നീട് കൂടുന്നത് സുന്നത്താണ്. അപ്പൊ ഇമാമിന്റെ മഅ്മൂമിന്റെ നിയ്യത്ത് വേറെ വേറെയാണ്, അത് അനുവദിക്കപ്പെടും. ഇനി നേരെ തിരിച്ചുള്ള സംഭവം നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ രീതി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇശാ നിസ്കരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകും. അവിടെ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരോടൊപ്പം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അത് സുന്നത്തായിരിക്കും. അദ്ദേഹം 4 റക്അത്ത് സുന്നത്തായി നിസ്കരിക്കും, അവർക്കത് ഫർളായിരിക്കും. അങ്ങനെയും നിസ്കരിക്കാം. ഏതുപോലെ നമുക്ക് തറാവീഹിന്റെ പിന്നിൽ നമുക്ക് ഇശാ നിസ്കരിക്കാം എന്നതുപോലെ തറാവീഹ് എന്നുള്ളത് സുന്നത്തായ നിസ്കാരമാണ്. ഒരാൾ ഇശാ നിസ്കരിച്ചിട്ടില്ല, മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്കും തറാവീഹ് ആരംഭിച്ചിട്ടുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു 2 റക്അത്ത് കിട്ടും. അപ്പൊ ആ ഒരു 2 റക്അത്തിലേക്ക് അയാൾ പ്രവേശിച്ചാൽ, അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് അത് 2 റക്അത്ത് തന്നെ മതി, അയാൾ അതോടുകൂടി സലാം വീട്ടാം. അതല്ല നാട്ടുകാരനാണെങ്കിൽ അയാൾ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കും. അഥവാ പുറകിൽ നിസ്കരിച്ച ഈ മഅ്മൂം അയാളുടെ നിയ്യത്ത് ഫർളിന്റെ നിയ്യത്താണ്, എന്നാൽ ഇമാമിന്റെ നിയ്യത്ത് സുന്നത്തായ നിയ്യത്താണ്. അപ്പോൾ ഇഖ്തിലാഫുൻ നിയ്യ അത് അനുവദിക്കപ്പെടും, അതൊന്നും കുഴപ്പമില്ല. ഇമാമും മഅ്മൂമും ആ വിഷയത്തിലൊന്നും ഇത്തിഫാഖ് ഉണ്ടാകേണ്ടതില്ല. മറിച്ച് ലാഹിറായ പ്രവർത്തനത്തിലാണ് ഇത്തിഫാഖ് ഉണ്ടാകേണ്ടത്. അതിലാണ് ഇമാമിനോടൊപ്പം പിന്തിക്കാനോ ഇമാമിനെ മുൻകടക്കാനോ പാടില്ലാത്തത് എന്നതാണ് ചുരുക്കി നമ്മൾ പറഞ്ഞത്. പണ്ഡിതന്മാർ അതാണ് വിശദീകരിച്ചിട്ടുള്ളത്. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി ഫലാ തഖ്തലിഫു അലൈഹി. തീർച്ചയായും ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇമാം പിന്തുടരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഫലാ തഖ്തലിഫു അലൈഹി, അതിനാൽ നിങ്ങൾ അയാളോട് അഥവാ ഇമാമിനോട് എതിരാകുവാൻ പാടില്ല. ഫഇദാ കബ്ബറ ഫകബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വഇദാ റകഅ ഫർകഉ, ഇമാം റുകൂ ചെയ്താൽ നിങ്ങൾ റുകൂ ചെയ്യുക. വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയർന്നാൽ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുക. വഇദാ സജദ ഫസ്ജുദു, ഇമാം സുജൂദിലേക്ക് പോയാൽ നിങ്ങൾ സുജൂദിലേക്ക് പോകുക. വഇദാ സല്ല ജാലിസൻ, ഇമാം ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ ഫസല്ലു ജുലൂസൻ അജ്മഊൻ, നിങ്ങൾ എല്ലാവരും ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക. ഇനി അതേ അർത്ഥത്തിൽ തന്നെയാണ് അടുത്ത ഹദീസും വന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, വമാ ഫീ മഅനാഹു മിൻ ഹദീസി ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹയും ഇതേ അർത്ഥത്തിലുള്ള ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി പറഞ്ഞിട്ട് അതിന്റെ ഫവായിദ് പറയാം. അതിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി വഹുവ ശാകിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായിരിക്കുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയുണ്ടായി. മസ്ജിദിലേക്ക് വന്നിട്ടില്ല, വീട്ടിൽ വെച്ച് നിസ്കരിച്ചു. കാരണം കടുത്ത രോഗമുള്ള അവസാന സമയത്ത് നടക്കുന്ന ഒരു രംഗമാണ്. ഫസല്ല ജാലിസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചത്, നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പോൾ വസല്ല വറാഅഹു ഖൗമൻ ഖിയാമൻ, കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നിട്ട് പുറകിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ആരംഭിച്ചു, അഥവാ മഅ്മൂമീങ്ങളായി തുടർന്നു.
ഫഅശാറ ഇലൈഹിം അൻ നജ്ലിസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഇരിക്കണമെന്ന് രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഫലമ്മൻ സറഫ, നിസ്കാരത്തിൽ നിന്നും പിരിഞ്ഞപ്പോൾ, അത് സലാം വീട്ടിയതിനു ശേഷം, ഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, തീർച്ചയായും ഇമാം പിന്തുടരപ്പെടുന്നതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടവനാണ്. ഫഇദാ റകഅ ഫർകഉ, നിങ്ങൾ ഇമാം റുകൂ ചെയ്താൽ നിങ്ങൾ റുകൂ ചെയ്യുക. വഇദാ റഫഅ ഫർഫഉ, ഇമാം റുകൂയിൽ നിന്നും ഉയർന്നാൽ നിങ്ങളും ഉയരുക. വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബനാ ലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. എന്നിട്ട് അവിടെ നടന്ന സംഭവം കൂടി പറഞ്ഞു കൊടുത്തു. വഇദാ സല്ല ജാലിസൻ, ഇമാം ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫസല്ലു ജുലൂസൻ അജ്മഊൻ, നിങ്ങളെല്ലാവരും ഇരുന്നു കൊണ്ട് തന്നെ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. ശരി, ഈ രണ്ട് ഹദീസിലും വിഷയം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അഥവാ ഇമാമിനെ പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിൽ പറയുന്നത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഒരുപാട് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന ഒരു ഹദീസാണിത്. തീർച്ചയായും ഇമാമിനെ പിന്തുടരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫലാ തഖ്തലിഫു അലൈഹി, നിങ്ങൾ ഇമാമിനെതിരാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഫലാ തഖ്തലിഫു മഅഹു എന്ന് പറഞ്ഞിട്ടില്ല, അഥവാ ഇമാമിനോടൊപ്പം ഒന്നും എതിരാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ലാഹിറായ പ്രവർത്തനത്തിൽ എതിരാകാൻ പാടില്ല എന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം ഈ ഹദീസിൽ പറയാനുണ്ടായ സന്ദർഭം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാഹിറായി ഇരുന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ മഅ്മൂമിങ്ങൾ എല്ലാവരും നിന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ കാണുമ്പോൾ തന്നെ ലാഹിറായിട്ട് രണ്ടും വ്യത്യാസമുണ്ട്. ഇനി അതുപോലെ തന്നെ ഇമാം റുക്കൂയിലായിരിക്കുക, മഅ്മൂമിങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ ഇമാം സുജൂദിലായിരിക്കുക, മഅ്മൂമിങ്ങൾ റുക്കൂയിലായിരിക്കുക, അല്ലെങ്കിൽ എത്തിദാലിരിക്കുക, അല്ലെങ്കിൽ മഅ്മൂമിങ്ങൾ സുജൂദിലായിരിക്കുക, ഇമാം അവിടെ എത്താതിരിക്കുക. ഇത് ലാഹിറായിട്ട് തന്നെ വ്യത്യാസം കാണുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യം ഇമാമിന്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാഹിറായ കാര്യത്തിലാണ് ആ മാറ്റം വേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അത് വിശദീകരിച്ചു എന്നാണ്. കാരണം പിന്നീട് പറഞ്ഞത് എന്തൊക്കെയാണ്? ഫഇദാ കബ്ബറ ഫകബ്ബിറു, തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വേറെ റിവായത്തിൽ വലാ തുകബ്ബിറു ഹത്താ യുകബ്ബിർ, നിങ്ങൾ ഇമാം തക്ബീർ ചൊല്ലിയാൽ അല്ലാതെ തക്ബീർ ചൊല്ലാൻ പാടില്ല. അങ്ങനെ ലാഹിറായിട്ട് ഒരുമിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിൽ നിന്നും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്ന മഖാമു തഅലീമാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഓരോ സമയത്തും നിങ്ങൾ എന്ത് പറയണം എന്നാണ് പഠിപ്പിക്കുന്നത്. തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലണം, റുക്കൂയിൽ പോകുമ്പോൾ റുക്കൂയിൽ പോകണം. അങ്ങനെ ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ്. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂമിങ്ങൾക്ക് തസ്മീ ഇല്ല, അഥവാ സമിഅ അല്ലാഹു ലിമൻ ഹമിദ മഅ്മൂമിങ്ങൾക്കില്ല. മഅ്മൂമിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റുക്കൂയിൽ നിന്നും എഴുന്നേൽക്കുകയാണ്, ഇഅ്തിദാലിലേക്ക് വരികയാണ്. അതേ സമയത്ത് മഅ്മൂമിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടാണ് റുക്കൂയിൽ നിന്നും എഴുന്നേറ്റ് വരേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ ശാഫിഈ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ് പറയുന്നത്. അതായിരിക്കും നമ്മുടെ നാട്ടിൽ അത് കൂടുതലും പ്രചരിച്ച് കാണുന്നത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഈ ഹദീസ് വളരെ വ്യക്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് നിങ്ങൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറയാവൂ എന്ന് പറയുന്നത് പോലെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതല്ലാതെ അവിടെ തസ്മീഅ് പറയുകയാണ് എങ്കിൽ അത് തെറ്റാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിനെതിരാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്തു കൊടുത്തതായി കാണാൻ സാധിക്കും. അപ്പോൾ സാന്ദർഭികമായി അത് മനസ്സിലാക്കുക. മഅ്മൂമിങ്ങൾക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് എഴുന്നേൽക്കുമ്പോൾ പറയേണ്ടത്. ബാക്കിയുള്ള ഇമാമിനെ സംബന്ധിച്ചിടത്തോളം, മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഇമാമിന്റെ അതേ ഹുക്കുമാണ്. എഴുന്നേൽക്കുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ശേഷം റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ് ഉള്ളത്. ശരി, ഈ ഹദീസിൽ നിന്നുള്ള ഫായിദയാണ് അടുത്ത ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ജഅല എന്ന് പറയുന്നത് ആക്കുക എന്നുള്ളൊരു വാക്കാണ്. അത് അല്ലാഹു തആല ഖുർആനിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ശർഈയായതും കൗനിയായതുമായ ആക്കലുണ്ട്. കൗനിയായത് എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായി അല്ലാഹു തആല ചില കാര്യം നിശ്ചയിക്കുന്നതാണ്. ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അല്ലാഹു തആലയാണ് നിങ്ങൾക്ക് ഭൂമിയെ ഖറാറാക്കി തന്നത്, താമസയോഗ്യമായ സ്ഥലമാക്കി നിങ്ങൾക്ക് ആക്കി തന്നത് എന്ന് പറഞ്ഞു. അതൊരു പ്രാപഞ്ചികമായ നിയമമാണ്.
അതിലൊരാൾക്കും അതിനെതിരാകാൻ സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു വജഅൽന അല്ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നു. വജഅൽന അന്നഹാറ മആശ, പകലിൽ നിങ്ങൾക്ക് മഈശത്തിന് യോഗ്യമായ നിങ്ങൾക്ക് ഒന്നാക്കി പകലിനെ മാറ്റി തന്നു. ഇതൊക്കെ ജഅലുൻ കൗനിയാണ്, പ്രാപഞ്ചികമായ ആക്കലാണ്. എന്നാൽ ജഅലുൻ ശർഈയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, അങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത് എന്നാണ്. അതല്ലാതെ അതിനെതിരായി ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്നല്ല, മറിച്ച് അതൊരു ശർഈയായ ജഅൽ, ശർഈയായ ആക്കലാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ലാഹു തആല ശർഈയായിട്ട് അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അതാണ് അവിടെ ഉദ്ദേശം. അതിന് എതിരാകാൻ പാടില്ല. അല്ലെ, അള്ളാഹുവിന്റെ കൗനിയായ കാര്യത്തിന് ഒരാൾക്കും എതിരാകാൻ സാധിക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ അതിനെതിരെ ഒരാൾക്കും അത് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ശർഈയായ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവർക്ക് ഒന്നുകിൽ അള്ളാഹുവിന് നന്ദിയുള്ളവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ ശർഈയായ നിയമങ്ങൾ അനുസരിക്കാം, അല്ലെങ്കിൽ കഫൂർ ആയിക്കൊണ്ട് നന്ദി കെട്ടവനായിക്കൊണ്ട് അള്ളാഹുവിന്റെ ശർഈനെതിരായിട്ടും പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഈ ജഅലിനെ കുറിച്ച് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് രണ്ടായി വേർതിരിച്ചു പറഞ്ഞത്. രണ്ടാമത്തെ ഫായിദ മശ്റൂഇയ്യത്തു തഈനിൽ ഇമാം, ഇമാമിനെ നമ്മളൊരു പ്രത്യേകമായി ഒരാളെ ഇമാമായി സെലക്ട് ചെയ്യുക എന്നുള്ളത് ശർആക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇന്നമാ ജുഇലൽ ഇമാം, ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇമാം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കയറി അങ്ങ് ഇമാം നിൽക്കലല്ല, ഇമാം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്, ഇമാം നിൽക്കേണ്ട ആളുകളുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. 3 വുജൂബുൽ ഇഹ്തിമാമി ബിഹി, ഇമാമിനെ പിൻപറ്റൽ വാജിബാണ്. കാരണം ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 അന്നഹ്യു അനിൽ ഇഖ്തിലാഫി അലൽ ഇമാം, ഇമാമിനെതിരാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലാ തഖ്തലിഫു അലൈഹി. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം ഇതൊന്നുകൂടി ആരംഭിക്കുന്നുണ്ട്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ കാര്യമാണ് എന്നുള്ളതാണ്. നിയത്തും അതുപോലെയുള്ള കാര്യങ്ങളുമൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഇമാമിന്റെ നിസ്കാരം ചിലപ്പോൾ ബാത്തിലാകുന്ന അവസ്ഥയുണ്ടാകും, മഅ്മൂമിങ്ങളുടേത് ബാത്തിലാവുകയില്ല. ഉദാഹരണം, ഇമാമ് ജനാബത്തുകാരനാണ്, നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ, ഇപ്പൊ സുബഹി നിസ്കാരമാണെന്ന് വിചാരിക്കുക, ഇമാം രാത്രി ജനാബത്തുകാരനായിരുന്നു, ഇമാം കുളിക്കാൻ മറന്നുപോയി, ഇമാം ഒളു എടുത്തിട്ടാണ് നേരെ വന്നത്, നിസ്കരിച്ചു കഴിഞ്ഞു, അവിടെ അദ്കാർ ചെയ്യുന്ന സമയത്ത് ഇമാമിന് ഓർമ്മ വന്നു ഞാൻ ജനാബത്തുകാരനായിരുന്നു എങ്കിൽ ആ സമയത്ത് മഅ്മൂമിങ്ങളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. മഅ്മൂമിങ്ങളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. മഅ്മൂമിങ്ങളോട് വിളിച്ചു പറയേണ്ടതൊന്നുമില്ല, നിങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി സുബഹി നിസ്കരിക്കണം, അതിന്റെ ആവശ്യമില്ല. കാരണം മഅ്മൂമിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായിക്കൊണ്ടാണ് നിസ്കരിച്ചത്. അപ്പൊ ഇമാം എന്ത് ചെയ്യണം? ഉടനെ പോയി കുളിച്ചു വന്നിട്ട് ആ സുബഹി നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇമാം പകുതി വെച്ച് ഇമാമിനൊരു ഹദസ് സംഭവിച്ചു, ഇമാമിന് വുളു മുറിയുന്ന കാര്യങ്ങൾ നിസ്കാരത്തിൽ സംഭവിച്ചു. ഉദാഹരണത്തിന് 2ാമത്തെ റക്അത്തിലാണ് സംഭവിച്ചത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ എന്നുള്ള അർത്ഥത്തിൽ. ഇമാം ഉടനെ തന്നെ എല്ലാവരും കൈ അയക്കേണ്ട നിസ്കാരം, നമ്മൾ നിസ്കാരം ബാത്തിലായിട്ട് ഞാൻ പോയി വുളു എടുത്തിട്ട് വരാം എന്ന് പറയേണ്ടതുണ്ടോ? ആവശ്യമില്ല. മറിച്ച് ഇമാം അവിടുന്ന് മാറിപ്പോകുക, എന്നിട്ട് അയാൾക്ക് അഫ്ളലായിട്ടുള്ളത് മറ്റൊരാളെ ഇമാമത്തിന് വേണ്ടി വലിച്ച് മുന്നിലേക്ക് പറയുക. ആരും വരുന്നില്ല എങ്കിൽ, ചിലപ്പോൾ അതിന്റെ ഹുക്കം അറിയാത്ത മഅ്മൂമികളാണ് പുറകിൽ നിൽക്കുന്നതെങ്കിൽ ആരും വരൂല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരാളെ പിടിച്ച് മുന്നിലേക്ക് ആക്കിയിട്ട് ഇമാമിന് പോയി വുളു എടുക്കാം, ശേഷം ഇമാമിന് പുറകിൽ വന്ന് മഅ്മൂമായി തുടരാം. ഇനി അതല്ല, ആളുകൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുകയും ആവാം. ഏറ്റവും നല്ലത് മറ്റൊരാൾ കയറി നിന്നുകൊണ്ട് ഇമാമാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നല്ല വിവരമുള്ള ആളുകളാണ്, അഥവാ ഇങ്ങനെയുള്ള അഹ്കാമുകളെ കുറിച്ചും അങ്ങനെ ഇമാമിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച അല്പം ഓതാനൊക്കെ അറിയുന്ന ആളുകളാണ് ഇമാമിന്റെ നേരെ ബാക്കിൽ വന്ന് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ, നിസ്കാരത്തിന്റെ അഹ്കാമുകളൊന്നും അറിയാത്ത ചെറിയ കുട്ടികളെ നേരെ പുറകിൽ നിർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കുട്ടികൾക്ക് ഏറ്റവും അഫ്ളലായത് 2ാമത്തെ സഫാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഒരാൾ കയറി വന്നിട്ട് ഇമാം നിൽക്കുക. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു വന്നത് ഇമാമിന് സംഭവിച്ച ഹദസ് അത് മഅ്മൂമിങ്ങളെ ബാധിക്കുന്നില്ല, അത് ഇമാമിന്റെ നിസ്കാരത്തെ ബാധിക്കുകയുള്ളൂ. മഅ്മൂമിങ്ങളുടെ നിസ്കാരം സുരക്ഷിതമാണ് എന്നതാണ് പറയുന്നത്. അന്നൽ മുസാഫിറ ഇദ തമ്മ ബിമുഖീമിൻ വജബ അലൈഹി അൻ യുസല്ലിയ അർബഅൻ. ഇത് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ യാത്രക്കാരനായി പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇടയിൽ വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു മസ്ജിദിൽ നമ്മൾ കയറും. ആ സമയത്ത് മുഖീമായ ഒരു ഇമാമിനെ പുറകിലാണ് നമ്മൾ നിസ്കരിച്ചത് എങ്കിൽ, മുഖീം എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന നാട്ടുകാരനായ ഒരു വ്യക്തി, അയാളുടെ പുറകിലാണ് നമ്മൾ നിസ്കരിച്ചത് എങ്കിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ട് തന്നെ നിസ്കരിക്കണം. ഖസ്ർ അനുവദനീയമല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ വരിക? നമ്മളിപ്പോൾ 3ാമത്തെ റക്അത്തിലാണ് പ്രവേശിക്കുന്നത്, ളുഹറിന്റെയോ അസറിന്റെയോ അല്ലെങ്കിൽ ഇശായുടെയോ. അപ്പൊ 2 റക്അത്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം സലാം വിട്ടുക എന്നുള്ളതല്ല വേണ്ടത്, മറിച്ച് നമ്മൾ വീണ്ടും എഴുന്നേറ്റ് 2 റക്അത്ത് കൂടി നിസ്കരിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ യാത്രക്കാരനാണ്, നമുക്ക് ഖസ്ർ അനുവദിക്കപ്പെട്ടതാണ്, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വാജിബും കൂടിയാണ്. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം?
ഇവിടെ ഇമാമിനെ പൂർണ്ണമായി പിന്തുടരണം. പണ്ഡിതന്മാർ ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, തീർച്ചയായും ഇമാം പിന്തുടരപ്പെടാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇമാം എത്ര നിസ്കരിച്ചുവോ അത്ര തന്നെ നമ്മൾ നിസ്കരിക്കണം എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് തെളിവ് കൊടുത്തതായി കാണാൻ സാധിക്കും. പിന്നീട് ഒന്നുകൂടി വ്യക്തമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ ബാലു റജുലിൽ മുസാഫിർ യുസല്ലി റകഅതൈനി വമഅൽ ഇമാമി അർബഅൻ. എന്താണ് ഒരു യാത്രക്കാരന്റെ അവസ്ഥ? അയാൾ ഒറ്റക്കാണെങ്കിൽ 2 റക്അത്താണ് നിസ്കരിക്കുന്നത്, ഇമാമിന്റെ കൂടെയാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, തിൽക ഹിയ സുന്ന, അതാണ് സുന്നത്ത്. സഹാബത്ത് ഒരു കാര്യം സുന്ന എന്ന് പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായമായിരിക്കുകയില്ല, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായമുള്ളതായിരിക്കും, ഹുക്മുർ റഫ് ആയിരിക്കും അതുണ്ടാവുക. അതാണ് സുന്നത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരനായ വ്യക്തി ഉദാഹരണത്തിന് ളുഹറിന്റെ സമയത്ത് വന്നു, അപ്പോൾ നമുക്ക് 2ാമത്തെ റക്അത്തിലാണ് നമ്മൾ വന്നതെങ്കിൽ പൂർത്തിയാക്കി 1 റക്അത്ത് നമ്മൾ നിസ്കരിക്കണം. 3ാമത്തെ റക്അത്തിലാണ് നമ്മൾ എത്തിയത് എങ്കിൽ നമ്മൾ പൂർത്തിയാക്കി 3ഉം 4ഉം കഴിഞ്ഞ് 2 റക്അത്ത് കൂടി നിസ്കരിക്കണം. 4ാമത്തതിലാണ് എങ്കിൽ അല്ല, അവസാനത്തെ തശഹുദിലാണെങ്കിൽ പോലും നമുക്ക് 1 റക്അത്തും കിട്ടിയിട്ടില്ല, നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കണം. 4 റക്അത്തും നമ്മൾ നിസ്കരിക്കണം. എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ആളുകൾ വീഴ്ച വരുത്തുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണ്? ഇമാമിനോടൊപ്പം 1ാമത്തെ റക്അത്തിൽ തന്നെ ഉണ്ടാകും, എന്നിട്ട് 2ാമത്തെ തശഹുദിൽ ഇവർ സലാം വീട്ടുകയും ചെയ്യും. അത് വളരെ വലിയ അബദ്ധമാണ്. അത് നിസ്കാരം ബാത്തിലായി പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് ഏതൊരവസ്ഥയിലും മുഖീമായ ഒരു വ്യക്തിയാണ് നമ്മൾ പിന്തുടരുന്നത് എങ്കിൽ നമ്മൾ പൂർത്തിയാക്കണം. ഇനി അതല്ല, നമുക്ക് യാത്രക്കാരായ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ഇമാമ് നിന്നത് എന്ന് വിചാരിക്കുക, 2ാം ജമാഅത്തായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമാം എത്രയാണോ നിസ്കരിക്കുന്നത് അത് മതിയാകുന്നതാണ്. അതല്ല എങ്കിൽ നമ്മൾ പൂർത്തിയാക്കി നിസ്കരിക്കുക എന്നതാണ് നമുക്ക് വേണ്ടത്. അടുത്തൊരു ഫായിദയായിട്ട് കൊടുത്തിട്ടുള്ളത് അതിനിടയിൽ ഒരുപാട് ഫായിദകൾ, അത് നേരത്തെ ആവർത്തിച്ച ഫായിദകളാണ്, അത് വിശദീകരിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഹദീസിൽ പറയാത്തൊരു ഫായിദയായിട്ടുള്ളത്, ഇമാം ഇരുന്ന് നിസ്കരിക്കുന്ന സമയത്ത് നമ്മളും ഇരുന്ന് തന്നെ നിസ്കരിക്കണം. നമുക്ക് നിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ കാരണം അവിടുന്ന് പറഞ്ഞു, ഇദാ സല്ല ജാലിസൻ ഫസല്ലു ജുലൂസൻ അജ്മഊൻ, ഇമാം ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് നിസ്കരിക്കണം. കാരണം ഇത് ഹദീസിൽ വളരെ സംഭവിച്ച കാര്യമാണ്, ഒരു പ്രവൃത്തി സംഭവിച്ചതിന് ശേഷമാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. സഹാബത്ത് വന്ന് നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെങ്കിൽ ഇരുന്നിട്ടാണ് നിസ്കാരം ആരംഭിച്ചിട്ടുള്ളത്. അവിടുന്ന് എന്ത് ചെയ്തു? എല്ലാവരോടും ഇരിക്കാൻ നിസ്കാരത്തിൽ പറഞ്ഞു, ശേഷം അതിന്റെ കാരണവും വ്യക്തമാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇമാം ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മഅ്മൂമീങ്ങളും ഇരുന്ന് നിസ്കരിക്കണം. അവരുടെ നിസ്കാരം ആ അവസ്ഥയിൽ സ്വഹീഹാകും. പണ്ഡിതന്മാർ ഇരുന്ന് നിസ്കരിക്കാനുള്ള അനുവാദങ്ങളിൽപ്പെട്ട 3ാമത്തെ കാര്യമായിട്ടാണ് ഇത് പറഞ്ഞത്. 2 ഏതാണ്? ഒന്ന്, ഒരാൾക്ക് കഴിവില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നിസ്കരിക്കാം, അയാളുടെ നിസ്കാരം ശരിയാകും. കഴിവുള്ള വ്യക്തി ഇരുന്ന് നിസ്കരിച്ചാൽ, ഫർള് ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. 2ാമത്തത് ഖൗഫിന്റെ സമയത്ത്, ഭയപ്പാടുള്ള സമയത്ത് കഴിവുള്ള വ്യക്തിക്ക് തന്നെ ഭയം കാരണത്താൽ ഇരുന്ന് നിസ്കരിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു ചെറിയൊരു മതിൽക്കെട്ടുണ്ട്, അയാൾക്ക് നിസ്കാരത്തിന് സമയമായി, ഇനി വേറെ രക്ഷയില്ല, നിന്ന് നിസ്കരിച്ചാൽ ശത്രു തന്നെ കാണും, അവിടെ ഇരുന്ന് നിസ്കരിക്കാം, കാണാതിരിക്കാൻ അനുവദനീയമാണ്. 3ാമത്തതാണ് ഇവിടെ, കഴിവുണ്ടായിരിക്കെ തന്നെ ഇമാം ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മഅ്മൂമീങ്ങളും ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഈ വിഷയത്തിൽ ധാരാളമായ ചർച്ചകളും ഒരുപാട് വിശദീകരണങ്ങളുമുണ്ട്. അതിന്റെ അൽ ഖുലാസ, ചുരുക്കം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇമാം ഇരുന്നു കൊണ്ടാണ് നിസ്കാരം ആരംഭിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളും വരുന്ന ആളുകളൊക്കെ ഇരുന്നു കൊണ്ട് തന്നെ നിസ്കരിക്കാൻ തുടങ്ങുക. ഇനി അതല്ല, ഇമാം നിന്നുകൊണ്ട് തന്നെ ആണ് ആരംഭിച്ചത്, 3ാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ ഇടയിലേക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇമാമിന് പെട്ടെന്ന് നിൽക്കാനുള്ള പ്രയാസമുണ്ടായി ഇമാം ഇരുന്നാൽ, ആ സമയത്ത് നമ്മൾ ഇമാമിനെ പിൻപറ്റി ഇരിക്കേണ്ടതില്ല, മറിച്ച് ഇമാം എങ്ങനെയാണോ ആരംഭിച്ചത് അതുപോലെ നമുക്ക് ആരംഭിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സലാത്ത് എങ്ങനെയാണ് തുടങ്ങിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. വേറെയും ധാരാളം അഭിപ്രായമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് അത് ഇമാമുൽ ഹയ്യ ആയിരിക്കണം, നമ്മുടെ മഹല്ലിലെ ഇമാമിനെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് അത് ബാധകമല്ല. വേറെ ചില ആളുകൾ പറഞ്ഞു ഇമാമിന് ഷിഫയാകുമെന്നുള്ള രോഗമുള്ള സമയത്ത് മാത്രമേ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, ഇമാമിന് കാലാകാലമായി കാലില്ലാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പ്രയാസമുള്ള വ്യക്തിയാണ്, ഇതിനകത്ത് മാറുകയില്ല എന്നതാണ് എങ്കിൽ നമ്മൾ അങ്ങനെ ഇമാമിനെ പിൻപറ്റാൻ പാടില്ല. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇതെല്ലാം ഇജ്തിഹാദുകൾ മാത്രമാണ്, വ്യക്തമായ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഇരുന്നിട്ടാണ് ആരംഭിക്കുന്നത് എങ്കിൽ അത് ഏത് ഇമാമായാലും ഏത് അവസ്ഥയിലായാലും ആ ഇമാമിനെ അതുപോലെ ഇരുന്ന് നമ്മൾ പിൻപറ്റുക.
ഇനി അതല്ല പകുതി വെച്ചാണ് ഇമാം അങ്ങനെ ഇരിക്കുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ ഇരിക്കേണ്ടതില്ല, നമ്മൾ നിന്നുകൊണ്ട് തന്നെ പൂർത്തിയാക്കാം. കാരണം ഇതിനെതിരായിട്ട് അങ്ങനെ നിന്നുകൊണ്ട് പൂർത്തിയാക്കിയ ഹദീസുകളും അപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത്. അതല്ലാതെ ഈ ഒരൊറ്റ ഹദീസിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളല്ല ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഫായിദ, അത് അറിയുന്ന കാര്യമാണ്, ജവാദു സ്വലാത്തി ജാലിസൻ ലിൽ ഉദുർ. ഉദുറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുന്നു കൊണ്ട് നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന കാര്യമാണ്. അടുത്ത ഫായിദ, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. യജിബു അലൽ ഇമാമി ഇദാ സനഅ മാ ലാ തതഹമ്മലഹുൽ ഉഖൂലു ഔ മാ ലാ തുദ്റാ ഇല്ലതുഹു അൻ യുബയ്യിന ദാലിക്. ആളുകൾക്ക് മനസ്സിലാകാത്തൊരു വിഷയം ആണ് ഇമാമ് പെട്ടെന്ന് പ്രവർത്തിച്ചത് എങ്കിൽ പിന്നീട് അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇമാമിന്റെ മേൽ ബാധ്യതയാണ്. ഉദാഹരണത്തിന് ഈ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിസ്കാരത്തിലൊന്നും ഇരിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും നിന്നിട്ടാണ് ഉണ്ടായത്. എന്നിട്ടോ സലാം വീട്ടിട്ട് മിണ്ടാതെ എഴുന്നേറ്റ് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിച്ചു കൊടുത്തു. കാരണം ഇമാം ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളും ഇരിക്കേണ്ടതുണ്ട് എന്ന് വിശദീകരിച്ചു കൊടുത്തു, അവിടെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹവിന്റെ സുജൂദൊക്കെ സംഭവിച്ചു. സഹവിന്റെ സുജൂദിൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, ചില സമയത്ത് സലാം വീട്ടിയതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യൽ അഫ്ളലായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇമാം സലാം വീട്ടി, പിന്നെ അതാ ഇമാം വീണ്ടും ഒരു സഹവിന്റെ സുജൂദ് ചെയ്യുന്നു, വീണ്ടും സലാം വീട്ടുന്നു. അപ്പൊ പൊതുവെ ആളുകൾക്ക് ഈ ഒരു രൂപം അറിയില്ല. ആളുകൾക്ക് അറിയുന്ന ഒരൊറ്റ രൂപം അത് സലാം വീട്ടുന്നതിന് മുമ്പേ രണ്ട് സുജൂദ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ ഒന്ന് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പുതുതായി ഉണ്ടായാലും മിണ്ടാതെ പോകുക എന്നതല്ല വേണ്ടത്. അത് ഏത് വിഷയമായാലും ജനങ്ങളെ ആകെ ഒരു അങ്കലാപ്പിലാക്കിക്കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയുന്നത്, എന്താണ് ഇമാം ചെയ്തത്, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്ത് മസ്ജിദാണ്, ഇതെന്താണ് ഇവിടുത്തെ രീതി, ഇങ്ങനെ എന്ന് പറയുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ വിട്ടേച്ചു പോകുക എന്നുള്ളതല്ല, മറിച്ച് കാര്യം പറഞ്ഞു കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമുള്ള മാതൃകയായിട്ട് ഇദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒരു ഫായിദയായിട്ട് പറയുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു വിഷയം അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചാൽ അത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആ മഅ്മൂമീങ്ങൾക്കത് പറഞ്ഞു കൊടുക്കുക. മറ്റൊരു ഫായിദ, ജവാസുൽ ജമാഅ ഫിൽ ബൈത്തി ലിൽ ഉദുർ. ഉദുർ ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ചും ജമാഅത്ത് നിസ്കാരം നിർവഹിക്കാം. ഉദുർ ഉണ്ടെങ്കിൽ എന്താണ് ഉദുറിന്റെ പരിധി? മശക്ക, പ്രയാസമാണ്. മസ്ജിദിലേക്ക് വരാതിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ വീട്ടിൽ വെച്ചിട്ടും എന്ത് ചെയ്യാം? ജമാഅത്ത് നിസ്കരിക്കാം. കാരണം ഈ രണ്ടാമത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ കാന ഫി ബൈതിഹി, വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ സംഭവം നടന്നത് മസ്ജിദിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറമെ ആളുകൾ വന്നതും ഇരിക്കാൻ പറഞ്ഞതും ഒക്കെ അത് വീട്ടിലാണ്. അപ്പോൾ ഉദുറുള്ള സമയത്ത് അങ്ങനെ വീട്ടിൽ വെച്ചിട്ടും ജമാഅത്ത് നിസ്കരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടാകും. ഇവിടെ മസ്ജിദിൽ നിസ്കാരം നടക്കുന്നുണ്ടല്ലോ, മസ്ജിദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുന്നുണ്ട്, എന്നിട്ടും സഹാബത്ത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ വന്നത് എന്നാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലുള്ള ഒരു ജമാഅത്താണ് മസ്ജിദുള്ള അബൂബക്കറിന്റെ ജമാഅത്തിനേക്കാളും ശ്രേഷ്ഠത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ആളുകളെ പോലെയല്ല. അവിടുത്തെ പുറകിൽ നിസ്കരിക്കുക എന്നുള്ളത് സാധാരണ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് സഹാബത്ത് അവരിൽ ചിലർ അങ്ങനെ വീട്ടിൽ വന്നിട്ട് പോലും ജമാഅത്തായി ആ വീട്ടിൽ വെച്ച് നിസ്കരിച്ചത് എന്നാണ്. ഇത് നമുക്ക് ഇന്ന് കാലത്ത് ബാധകമല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇമാമിന് സുഖമില്ലാതെ വീട്ടിൽ വെച്ച് ഇമാം നിസ്കരിക്കുമ്പോൾ വേണമെങ്കിൽ ഇമാമിന്റെ ഭാര്യക്കും കുട്ടികൾക്കും ആ ജമാഅത്തിൽ പങ്കെടുക്കാം, മസ്ജിദിൽ വരാത്ത ആളുകളാണെങ്കിൽ. നമ്മൾ പോയി അവിടെ കൂടാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പകരക്കാരനായിട്ടുള്ള ഇമാമിന് മസ്ജിദിൽ വെച്ച് കൂടുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഇത്രയും ഫായിദകളാണ് ഈ ഹദീസിൽ ഉള്ളത്. പല ഫായിദകളും കഴിഞ്ഞ ഹദീസിൽ വന്നതിനാൽ അത് വായിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ ബാക്കിയുള്ള ഹദീസുകളുണ്ട്, 7ഓളം ഹദീസുകൾ ഈ അധ്യായത്തിലുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.